ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ടെസാ ടോക്സ്. അപ്പോൾ ഒരു ക്യാമറയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ക്യാമറ ഉപയോഗിച്ച് വരുന്ന, അതായത് ഒരു ഗോപ്രോ ക്യാമറയാണ് ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ച് വന്നിരുന്ന ക്യാമറയാണ്. അപ്പോൾ ഈ ക്യാമറയായിട്ട് കുറച്ച് കാലമായിട്ട് എനിക്ക് ആത്മബന്ധമുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിച്ച് വന്നിരുന്ന സമയത്തുണ്ടായ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാത്തതൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്താണെന്നാണ് ഞാനിന്ന് ഈ വ്ളോഗിൽ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എന്താണെന്നല്ലേ, അപ്പോൾ ഇതാണ്, ഈ ഒരു ഏരിയ ആണ് നമ്മുടെ ബാറ്ററി ഇടുന്ന സ്ഥലം. അപ്പോൾ ബാറ്ററി നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തന്നെയാണ് നമ്മുടെ മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഇത് മെമ്മറി കാർഡ് നമുക്കതിൽ ഉപയോഗിക്കാം. അപ്പോൾ ഗോപ്രോയുടെ ബാറ്ററി തന്നെ മസ്റ്റാണ്. പിന്നെ വേണ്ടത്, നമുക്കിത് ഈസി ആയിട്ട് തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഇൻസേർട്ട് ചെയ്യാനും പുറത്തേക്ക് എടുക്കാനൊക്കെ നമുക്ക് വളരെ ഈസിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. പിന്നെ അടുത്തതാണ്, ഇവിടെയാണ് നമ്മളുടെ ഈ ബട്ടൺ വരുന്നത്. അതായത് നമുക്ക് ക്യാമറ ഓൺ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നത് ഈ ഒരു ഏരിയയിൽ നല്ല ഭംഗിയായിട്ട് ഗോപ്രോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഹീറോ 7 മോഡലാണ്. അപ്പോൾ ഗോപ്രോ ഇപ്പം 9 മോഡലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ അടുത്തത്, നമ്മൾ ഈ ഒരു ഏരിയ എല്ലാം നമ്മൾ നന്നായിട്ട് അത് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിൻ്റെ പ്ലാസ്റ്റിക് കോട്ടഡ് ഷീൽഡ് നമുക്ക് കിട്ടും കവർ ചെയ്യാനായിട്ട്. പിന്നെ ഞാനിപ്പോൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു ഏരിയനെ പറ്റിയാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഏരിയയിലാണ് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജിങ് കേബിൾസ് എല്ലാം കണക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാനും കണക്ട് ചെയ്യാനും കുറച്ച് ടഫാണ്. ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സിനെ സംബന്ധിച്ച് അത് വളരെ ടഫാണ്. എനിക്കതുപോലെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. ഇതാണ് ആ സ്ലോട്ട്, ചാർജിങ്, അതായത് മൈക്ക് കണക്ട് ചെയ്യാനും അതുപോലെ തന്നെ ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇത് എങ്ങനെയാണിത് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഇപ്പോഴത്തെ കൺസേൺ. അപ്പം ഞാനിതൊന്ന് പറഞ്ഞു തരാം. വളരെ ഈസിയാണ്. അത് ഫസ്റ്റ് ടോപ്പിലോട്ട് പെർപെൻഡിക്കുലറായിട്ട് വെച്ചതിന് ശേഷം നമുക്കത് ജസ്റ്റ് പുൾ ചെയ്ത് എടുത്താൽ മതി. പക്ഷെ അത് ഇടാൻ നമുക്ക് പഴയ പോലെ ഇടാൻ നമുക്ക് പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ അതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഭാഗത്താണ് അത് സ്ലൈഡ് ചെയ്യണം. തൊട്ട് താഴെയുള്ള ഭാഗം നമ്മൾ സ്ലൈഡ് ചെയ്ത് അതിൻ്റെ അകത്ത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഫസ്റ്റ് അതിൽ സ്ലൈഡ് ചെയ്ത് അത് ലോക്ക് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ലോക്ക് ചെയ്യാൻ പോവാണ്. പക്ഷേ സ്റ്റാർട്ടേഴ്സ് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ അത് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും മിസ് ചെയ്യുന്നത്. ഈ ഒരു സ്ലൈഡിങ് ഏരിയ നമ്മൾ മിസ് ചെയ്യും. അപ്പോൾ ഇത് സ്ലൈഡ് ചെയ്തിട്ട് വേണം അതിലോട്ട് ലോക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്കത് ഇൻസേർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നമുക്ക് ക്ലോസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1-2 തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ്, ഇങ്ങനെ നമ്മൾ ആ ഒരു മെറ്റൽ പാർട്ടിലോട്ട് നമ്മൾ ഇത് ലോക്ക് ചെയ്യാൻ പോവാണ്. ലോക്ക് ചെയ്തതിന് ശേഷം വേണം നമുക്കത് താഴോട്ട് അടയ്ക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഞാൻ പെർപെൻഡിക്കുലറായിട്ട് ഇപ്പോൾ ഇവിടെ ലോക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ പക്ഷേ നമ്മൾ സ്റ്റാർട്ടേഴ്സ് ആകുമ്പോൾ നമുക്കത് പറ്റില്ല. അപ്പോൾ നമ്മളത് വിഷമിക്കേണ്ട. പക്ഷേ പിന്നെയും നമ്മൾ ട്രൈ ചെയ്താൽ എന്തായാലും ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ 2-3 തവണ ചെയ്തപ്പോൾ തന്നെയാണ് എനിക്കും സാധിച്ചത്. അതുപോലെ നിങ്ങൾക്കും സാധിക്കും. ഇപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ലോക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു പ്രസ് മതി. അങ്ങനെ നമുക്കിത് ഈസി ആയിട്ട് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യാനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുൾ ചെയ്തെടുത്താൽ മാത്രം മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് പുൾ ചെയ്തെടുക്കുക, അത് മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഇത്രയാണ് ഈസി ആയിട്ടുള്ള സ്റ്റെപ്സാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ എന്തായാലും നമുക്ക് ഇത് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഗോപ്രോ വളരെ ടഫാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട. വളരെ ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്യാമറ കൂടിയാണ്. അതുമാത്രമല്ല, ഇതിൽ സ്റ്റെബിലൈസേഷൻ നല്ല കംഫർട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ 60K എല്ലാം വീഡിയോസ് എല്ലാം എടുക്കാനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്യാമറ കൂടിയാണിത്. സ്റ്റെബിലൈസേഷൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ആൻഡ് ബൈ ബൈ ഫ്രം ടെസാ ടോക്സ്.